23-ാം തീയതിയാണ്. ആക്ച്വലി ഇന്ന് നമ്മൾ ഡാൻസ് പ്രാക്ടീസിന് പറഞ്ഞ ദിവസമായിരുന്നു. അതുകൊണ്ട് ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി ഞാൻ കോളേജിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാണ്. ചേച്ചിയും അത് കാരണം കൊണ്ട് അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് നേരത്തെ വന്നതാണ്. പക്ഷേ ഞങ്ങളുടെ എന്താ പറയുക, ഡ്രസ്സ് തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാൻ പോയത് കൊണ്ടും ബാക്കി കുറച്ച് പരിപാടികളിടക്ക് വന്നത് കൊണ്ടും നമ്മളിപ്പോൾ പ്രാക്ടീസിനായി പോകുന്നത് രാത്രി 9:30-ക്കാണ്. ഇപ്പോൾ നമ്മൾ കാറിലിരിക്കുകയാണ്. ആസ് യു ക്യാൻ സീ. ഇപ്പോൾ നമുക്ക് വഴക്ക് കേൾക്കുന്നതായിരിക്കും എല്ലാവരുടെ അടുത്തുനിന്ന്. ഇത്ര നേരത്തെ എത്തിയതിന് നാളത്തെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതൊരു വളരെ ചെറിയ വ്ളോഗാകും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എത്രത്തോളം കണ്ടന്റ് എടുക്കാൻ പറ്റുന്ന എനിക്കൊരു ഐഡിയയും ഇല്ല. എനിവേസ് നമ്മൾ ഡാൻസ് ഉണ്ടാകും, മാമയുടെ പാട്ടുണ്ടാകും, പിന്നെ ചെക്കനും പെണ്ണും ഉണ്ടാകും. ഒബ്വിയസ്ലി ഞാൻ അവരെയൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. സോ ഇത് നമ്മുടെ ചെറിയൊരു കല്യാണം വ്ളോഗ്. ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി എത്തിയിട്ടുണ്ട്. ബെന്തമ്മ ഇവിടെ അച്ഛനെ സ്നേഹിക്കണ കാണാം. അച്ഛൻ്റെ ഗൈസ് എത്ര മണിക്ക് സമയം നോക്ക്, 10 മണിയാവാറേ. 6 മണിക്കാണ് പ്രാക്ടീസ്. 6 മണിക്ക് ഗൈസ്, ഞാൻ പറഞ്ഞ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് പറ്റുന്നത്. സോ ഗൈസ്, നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് ഫുഡ് എന്നിട്ട് നമ്മൾ ഇപ്പോൾ NHIs ആക്കിയിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാൻസിന് വേണ്ടിയിട്ട്. ദീദി ഒപ്പം കൂടെ ഡാൻസൊക്കെ പഠിച്ച് സെറ്റാക്കി എന്നാണ് പറഞ്ഞേക്കണത്. എത്രത്തോളമായിട്ടുള്ളത് നമുക്കിപ്പോൾ കാണാം. നമുക്കിനി അത് അത്ര പഠിച്ചെത്തണം. സമയം ഇപ്പോൾ 10:05 ഗൈസ്. നാളെ രാവിലെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് ഫുഡ് കഴിക്കണം. കുറച്ചായിട്ടുള്ളൂ എല്ലാവരും. പിന്നെ എൻ്റെ ക്യൂട്ട് പോസ്റ്റ് കാർഡ്സ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ജർമ്മനിന്ന്. ഐഷു ആൻഡ് ശരത്. താങ്ക് യു ഐഷു ആൻഡ് ശരത്തേട്ടാ. സിദ്ധാർത്ഥ് ബെൻ. This is for the channel. This is for സിദ്ധാർത്ഥ് ബെൻ. ഫോർമൽ. പക്ഷെ ഞങ്ങളുടെ നോക്കൂ, ക്യൂട്ട്. ചേച്ചി എല്ലാവർക്കും അവിടെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് ചിലപ്പോൾ മേരി ക്രിസ്മസ് എന്നായിരിക്കും. വേറെ എന്തേലും ആണെങ്കിൽ ഐശ്വര്യ പേരായിരിക്കും. പിന്നെ ഞാൻ ആലോചിച്ച് എന്തെങ്കിലും കൂട്ടിക്കോളും. നമുക്കിത് അവിടെ വെക്കാം. ഐശ്വര്യ ഞങ്ങളുടെ പ്രത്യേക നന്ദിയുണ്ട്. നല്ല ക്യൂട്ട് പോസ്റ്റ് കാർഡാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകും ഗൈസ്. ഗോസിപ്പ് സെക്ഷനിലാണ് ഗൈസ് ഇവര്. സോ ഗൈസ്, നമ്മൾ പ്രാക്ടീസ് സെക്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് അപ്പൂൻ്റെ വീട്ടിലാണ് സ്റ്റേയിന് പോണത്. ഇന്ന് ഞങ്ങൾ ചത്തു. ഞാൻ ശരിക്കും മടുത്ത്. ഇന്നത്തെ ദിവസം ഫുൾ ഓൺ വർക്കായിരുന്നു. ഇനിയും അപ്പൂൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ച് കൂടെ നോക്കാനും പാട്ടൊക്കെ സെറ്റാക്കാനൊക്കെ ഉണ്ട്. 2 ബാഗൊക്കെ തൂക്കി നിൽക്കണേന്. ഇനി 2 ബാഗുണ്ട്. നാളെ ഇവിടെ തന്നെ ഒരുങ്ങാന്ന് വിചാരിച്ചു. മടുത്തു ഗൈസ്. Day 1. ഓഹ് മൈ ഗോഡ്. ഇവർ എത്ര നേരമായി ഇറങ്ങാന്ന് പറഞ്ഞ് നിൽക്കുന്നറിയോ? ഇത്ര നേരമായിട്ട് ഇറങ്ങിയിട്ടില്ല. നമ്മുടെ ഇറങ്ങാന്ന് പറഞ്ഞാൽ നിൽക്കും. എന്നിട്ട് അവർ 10 മിനിറ്റ് ഹോളിൽ നിൽക്കും. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പയ്യനെ നടന്ന് സ്റ്റെപ്പ് എത്തും. ഒരു 10 മിനിറ്റ്. അടുത്തത് ഗേറ്റ് എത്തും 10 മിനിറ്റ്. കാറിലിരിക്കും 10 മിനിറ്റ്. മൊത്തത്തിൽ ഒരു മണിക്കൂർ അങ്ങനെ പോകും ഇവരുടെ ഒരു കണക്ക് വെച്ച് അല്ലേ. എൻ്റെ വീട്ടിലാകുമ്പോൾ പിന്നെ ആ ഹോളിൽ പുറത്തങ്ങോട്ട് ഇരിക്കും, സിറ്റ് ഔട്ടിൽ എല്ലാവരും കൂടെ. എന്തോ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പുറത്ത് വെക്കും ഇങ്ങനെ. എന്നിട്ട് പറയും നമ്മളല്ലേ എത്തുന്നത്. സോ ഗൈസ്, ഇത് നമ്മുടെ Day 2 ആണ്. അതായത് ഹൽദിയുടെ ദിവസമാണ്. നമ്മളപ്പോൾ ഞാൻ മുഖമൊക്കെ സെറ്റാക്കി. ഇനി ഡ്രസ്സ് മാറ്റണം. ഡ്രസ്സുകൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ഫിറ്റൊക്കെ സെറ്റായിട്ട് ഇനി ഹൽദിക്കുള്ളതിന് പരിപാടിക്ക് പോകും. ഇന്നാണ് നമ്മുടെ ഡാൻസ് ഉള്ളത്. ഇന്ന് തന്നെ പിന്നെ റിസപ്ഷനാണ് ഡാൻസ്. സോ ഡാൻസ് വീഡിയോ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ
ഡ്രസ്സെൻ്റെ കിട്ടി. ഡ്രസ്സൊക്കെ മാറ്റി നമ്മ ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഉദ്ദേശിച്ചതുള്ള ആൾക്കാരാണെന്ന് അറിയാവുന്നല്ലോ. അതാണ് നമുക്ക് കറക്റ്റ് 11 മണിക്ക് ഹാളിലെത്തുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ശരിക്കും 11 മണിക്ക് എത്തും. അതെ ശരിക്കും. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഔട്ട്ഫിറ്റൊക്കെ നല്ലത് ഫുള്ള് കാണിച്ചു തരാം. എല്ലാവരും നല്ല പല പല ഷെയ്ഡ് ഓഫ് യെല്ലോ ഒക്കെ ഇട്ടിട്ട് വെരി പ്രിറ്റി ആയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇപ്പം അച്ഛമ്മേനെ കാണിച്ചു. അച്ഛമ്മേണ്ടോ? അച്ഛമ്മ തിളങ്ങണേണ്. അച്ഛമ്മനെ കാണാനില്ല. അച്ഛമ്മ തിളങ്ങുവാണ്. സോ നമ്മളിനി ഹാളിലെത്തിട്ട് ബാക്കി എടുക്കാം. നിക്കി ബയ്യസ് മമ്മിയ ഗ്രൂമിന്റെ ബ്രൈറ്റ് ഗ്രൂമിന്റെ മദറാണ്. ഫോട്ടോഷൂട്ട് എടുത്തുന്ന ബ്രൈഡിനെയും ഗ്രൂമിനെയും നോക്കിയപ്പോൾ കാണാം. സുന്ദരിയായിട്ടാ ദീദി വന്നത്. അച്ചുകുട്ടിന് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അച്ചു ഇവിടെ എവിടെയാണ്ട് ഉണ്ട്. മാറി അച്ചു മാറി. സമയം പോലെ തീരുമാനിച്ചാൽ മതി. ആൻഡ് ഹു ഈസ് ദാറ്റ് അനോയിങ് വൺ അറ്റ് വഴക്കാളി ആരാണ്? ഒരു സംശയം പോലും ഓർക്കില്ല. ബിക്കോസ് ആ ഒരു ഡൗട്ട് വന്നിട്ട് ഞാൻ ഫൈൻ ഫൈൻ കുടിച്ചോളൂ ചേട്ടൻ വയസ്സ് തന്നെയാ. ചിക്കൻ ഇല്ല. ചിക്കൻ സൂപ്പിന്റെ പേര് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ടൊമാറ്റോ സൂപ്പ്. അങ്ങട് കുറച്ചൊക്കെ അന്വേഷിക്കടാ. സൂപ്പില് സൂപ്പില് വീഴത് അതെ ഹൽദി കഴിഞ്ഞ അടുത്തത് ഹൽദി. അതെ അതെ ഓക്കെ നമ്മുടെ അത് കഴിഞ്ഞു ഗൈസ്. ഗൈസ് നമ്മുടെ ഹൽദി എല്ലാം കഴിഞ്ഞ് വീഡിയോ ഉണ്ട്. കഴിഞ്ഞ് പോകാൻ പോവുകയാണ്. അതെ ഭിന്നമായുണ്ട്. നമ്മളുടെ ഹൽദിയൊക്കെ കഴിഞ്ഞ് ഷിളാഞ്ചി കയ്യില് പോകാൻ പോണേന് ഒരു ഫോട്ടോ എടുക്കാനാണ്. സഞ്ജുവിന് അച്ഛനെ കണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. യുവർ ഫ്രണ്ട് സഞ്ജുവിന് അച്ഛനെ കണ്ടോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് പറയും സഞ്ജു. സോ ഗൈസ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിയായിട്ട് നമുക്കുള്ളത് ഹൽദിയാണ്. അതിന് പോകാനുള്ള ഇതേ ഉള്ളൂ. നമ്മുടെ മെഹന്തി ഹൽദിയാണ് കഴിഞ്ഞത്. മെഹന്തിക്കാണ് ഇനി പോകാനുള്ളത്. കൺഫ്യൂഷൻ വരാറുണ്ട് ചെറുതായിട്ട്. ദശപരിക്ക് തുമ്മലേ ഗൈസ് കേൾക്കുന്നുണ്ടല്ലോ. സോ നമ്മൾ ഒരു ട്രാൻസിഷൻ ഡീൽ എടുക്കണമെന്നൊക്കെ ചെറുതായിട്ടൊന്ന് മറന്നു പോയായിരുന്നു തിരക്കിൻ്റെ ഇടയ്ക്ക്. വേറെ കുഴപ്പമൊന്നും പറ്റില്ല. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ഷോളും കൂടി ഉണ്ട്. ഷോളിട്ട് കഴുത്ത് കുരിങ്ങിച്ചാവും. അതുകൊണ്ട് നമ്മൾ ഷോൾ അതുകൊണ്ട് നൈസായിട്ട് ഒഴിവാക്കും. എനിവേസ് പിന്നെ അടുത്തത് നമുക്കുള്ളത് എന്താണ് മെഹന്തി. അങ്ങനെ നമുക്ക് മെഹന്തിയിൽ വെച്ച് കാണാം. ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 2 ഓഫ് നിക്കി ബയ്യാസ് കല്യാണം വ്ലോഗ്. ഇന്ന് നമ്മൾ മെഹന്തി ഇടാനാണ് പോകുന്നത്. അനുഷ്ക ചേച്ചി ഫ്ലൈറ്റിൽ പോകും. നമ്മൾ എല്ലാവരും മെഹന്തി ഇടും. പിന്നെ നമ്മുടെ സിദ്ധു ചേർന്നിട്ടുണ്ട്. സിദ്ധു നിക്കി ബയ്യക്ക് കൂട്ടിന് വന്നതാണ്. കാരണം മെഹന്തീസ് ഗേൾസ് എന്താണ് ഗേൾസ് ചടങ്ങ് കാരണം കൊണ്ടാണ്. സിദ്ധു കുറ്റം കണ്ടുപിടിക്കാതിരിക്കണാണ് കേട്ടോ. പിന്നെ
പോകുന്നത്. സോ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാവുന്നതാണ്. സോ ഗൈസ്, നമ്മൾ അനുഷ്ക ചേച്ചി വീണ്ടും അങ്ങോട്ട് പോകാൻ പോണേണ്. കാർ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടക്കും. അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മെഹന്തി ഇടുക. ഞാൻ പറഞ്ഞു തോന്നണല്ലേ, ഇത് എന്നെ കാണില്ല. മെഹന്തി ഇടും നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രത്യേകിച്ച് വീട്ടിൽ പോകും. പ്രത്യേകിച്ച് വലിയ ഫങ്ഷൻസ് ആയിട്ടൊന്നുമില്ല. നമ്മുടെ ശുണ്ടരി അപ്പു പാർക്ക് ചെയ്തിട്ട് അച്ചുണ്ട് ഗൈസ്. നമുക്കിനി പോകാം. മെഹന്തി ഇടുന്ന ബ്രൈഡും ബ്രൈഡിന്റെ മദർ ഇൻ ലോയും ഒരുമിച്ചിരുന്നാണ് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബിന്ദമ്മനെ പേടിച്ച് സൂക്ഷിച്ചിടുന്ന ദൃശ്യാഭിനോനെയാണ് കാണാൻ പറ്റുന്നത് നമുക്കിപ്പോ. ബിന്ദമ്മായി കാണിച്ചു കൊടുത്ത ഡിസൈൻ ഒന്ന് കാണിച്ചെന്ന് ഓണാക്കിട്ട് കാണിച്ചേ. ബിന്ദമ്മ ഒരു കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ആയിരുന്നു ആദ്യം കാണിച്ചു കൊടുത്തത്. പിന്നെ ഇവിടെ വരെ എത്തി. ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് അപ്പുറത്തെ കൈ ഇവിടെതാ സിദ്ധു ചേട്ടന്റെ ഭവ്യ മെഹന്തി ഇട്ടോണ്ടിരിക്കുകയാണ്. എന്നാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. പരിപാടി തന്നെ എല്ലാവരും തിരിച്ചു പോവുകയാണ്. ആകെയുള്ള ചെക്കന് ഫോട്ടോ എടുത്തു കൊടുക്കാൻ ശ്രമിച്ച്, പക്ഷെ അത് ഹെൽപ്പ് ബോയ് ആണെന്ന് പറഞ്ഞ് കളിയാക്കി സിദ്ധുവിനെ എല്ലാരും കൂടെ. ഹലോ ഗായ്സ്, സോ ഇന്ന് ഡേ 3 ഓഫ് നിക്കി ബയ്യാസ് വെഡിങ് വ്ലോഗാണ്. അതായത് ഇന്നാണ് നിക്കി ബയ്യയുടെ കല്യാണം. സോ നമ്മൾ എല്ലാവരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണേന്ന്. ഞാൻ റെഡിയായി. എനിക്ക് ഹെയർ ചെയ്യാനുണ്ട്. അത് സ്ഥലത്ത് പോയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെയർ ഞാനും ചേച്ചി അമ്മ അവിടെ പോയാൽ ചെയ്യണത്. ഇപ്പം അവർ സാരി ഉടുത്തേണ്ടിരിക്കണേന്ന്. അവർ ഉടുത്തേണ്ടിട്ട് വരുന്നതായിരിക്കും. സോ എന്താണ്, ഞാൻ ഓണത്തിന് ഡ്രസ്സ് തയ്പ്പിച്ച ആൻറ്റി തന്നെയാണ് എനിക്ക് ഈ ഡ്രസ്സ് തയ്പ്പിച്ചു തന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കൺസിഡർ ചെയ്തു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ നമ്മൾ ഇന്നലെ എന്താ പറയുക, ഉത്രാട പാച്ചിൽ പോലത്തെ കല്യാണത്തിന് മുന്നേ ഒരു പാച്ചിലായിരുന്നു. നമ്മൾ ഓർണമെൻറ്റ്സും കാര്യമൊക്കെ മേടിക്കാൻ. ഞാൻ എന്നിട്ട് പോയിട്ട് ഈ മാല മേടിച്ചു, വളയും മേടിച്ചു, പൊട്ട്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിട്ട് മേടിച്ച്. പിന്നെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കളർ വന്നിട്ടില്ല ഇപ്പോഴത്തെ ബാക്കിൽ സ്വാഭാവികമായിട്ട് കളർ തന്നെ കുറവാണല്ലോ. എനിവേസ് നമ്മൾ ഹെയർ ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഈ മാല ഞാൻ മേടിച്ചത് ഉർവശി എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ്. അവിടെ അത്യാവശ്യം ഇങ്ങനത്തെ മാലയും സാധനങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ റേറ്റിലാണ് കിട്ടുന്നത്. എല്ലാം ഓക്കെ നല്ല എന്ന് വെച്ചാൽ ബാക്കി കട വെച്ച് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത കടയിൽ കയറി നോക്കിയായിരുന്നു. പക്ഷേ സെയിം പീസ് തന്നെ അവിടെ കുറച്ചും കൂടെ ഹയർ പ്രൈസിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എന്താ എക്സ്പെൻസ് കുറവാണ്. ഇനി നമ്മൾ എന്താ പറയുക, വീട്ടിലേക്ക് പോവും. അവിടെ ദക്ഷിണയൊക്കെ കൊടുത്ത് അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹോളിലേക്ക് പോയിട്ട് നമ്മളവിടെ പ്രിറ്റി ബ്രൈഡിനെയും ഗ്രൂമിനെയും കാണുന്നതായിരിക്കും. നമുക്ക് പോകാം. പല നടന്ന ദൃശ്യത്തിനായി ഞാനിപ്പോൾ കാണാൻ പറ്റുന്നത്.
സോ ഗൈസ് ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ബീനമ്മയുടെ അവിടെ. എല്ലാവരും സുന്ദരിമാരെ ഒരുങ്ങി നിൽക്കുവാണ്. അടുത്ത കാൻഡിഡേറ്റ് നമുക്ക് ദൃശ്യവിനെ ഇഗ്നോർ ചെയ്യാം. സുന്ദരി ഈ അപ്പു എന്താണ് സ്റ്റാച്ചു ഇട്ടിക്കുന്നത്? രണ്ട് കണ്ണാടി എല്ലാം കൊണ്ട് ഇപ്പൊ എല്ലാരും ഈ റൂമിൽ തന്നെ വന്ന് കണ്ണാടി ഗായ്സ് പെങ്ങള് ഗായ്സ് വാവ് സുന്ദരിയായിട്ട് വന്ന്. ഗൈസ് ദീദിനെ ഒഴിവാക്കി ഗൈസ്. സോ ഗൈസ് നമ്മൾ വെന്യൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കണാണ്. സിദ്ധുവാണ് നമ്മൾ പതിപോലെ ഡ്രൈവ് ചെയ്യുന്നത്. സിദ്ധുവിന്റെ സിദ്ധു കണ്ണാടി എടുത്തില്ല ഗൈസ്. നമ്മുടെ കൂടെ അനകാപ്പിയസ് ഉണ്ട്. നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഒരു വണ്ടി പോകുന്ന വിചാരിച്ച് ഒരു 5-6 വണ്ടിയായിട്ടാണ് ആൾക്കാർ സെറ്റ് ആയിട്ടാണ് പോകുന്നത്. രണ്ട് പേരായിട്ട് 10 കാറിലായിട്ടാണ് പോകുന്നത്. നമ്മൾ എന്തായാലും നമ്മൾ വെന്യൂവിലെത്തും. നമ്മൾ ബ്രൈഡിനെ കാണുന്നതായിരിക്കും. സോ ഗൈസ് നമ്മൾ ആദ്യമായിട്ടാണ് പുറത്ത് നിൽക്കണത്. നമ്മളിങ്ങനെ പുറത്ത് നിൽക്കണതാണ്. നമ്മളിങ്ങനെ ആനയെ ചികിത്സുന്നതായിരിക്കും അവര്. നമ്മളില്ല ചേട്ടൻ ആ ചേട്ടൻ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് വേണ്ടി പൊട്ടൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടി കേട്ടോ. സോ നമ്മൾ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കയറുന്നതായിരിക്കും. ആ സിനിമാവിനൊക്കെ സ്വന്തം ഡാൻസ് വീഡിയോ കണ്ട് ക്രിഞ്ചാവുന്നു. ഐസ് പ്രൊജക്റ്റ് എല്ലാം ഉണ്ട്. ഐസിന്റെ ബിഗ്ഗസ്റ്റ് ഫാൻ ബോയ് ആണ് ഐസു. നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണാണ്. വിശന്ന് വയറൊക്കെ കത്താൻ തുടങ്ങി. എത്ര മണി സമയം ആയിട്ടുണ്ടാവും. ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റണം. ഭയങ്കര വിശപ്പായി. പിന്നെ നമ്മൾ ബ്രൈഡിന്റെ സൈഡ് അല്ലാത്തരണം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ചെയ്യാം. സാധാരണ ബ്രൈഡിന്റെ സൈഡിൽ നിന്ന് ശീലമായി മറ്റേ താലം പിടിക്കുന്ന പരിപാടി കഴിക്കാനും വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ ചോറിടാൻ മോഡാണ്. ഓക്കെ അപ്പം ചോറിടും. ഇനി നമ്മൾ കഴിക്കട്ടെ ഗായ്സ്. നമുക്ക് ചോറൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇത് ഷെവിനേക്ക് ഇനി ഒന്നും നോക്കാനില്ല. ഫുഡ് കഴിക്കാൻ മാത്രമേ ഉള്ളൂ ചിന്തയിൽ.
ഗായ്സ് എൻ്റെ അച്ഛൻ എൻ്റെ ചേച്ചിക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാനാണ് ഈ കാണുന്നത്. സ്കിൽഫുൾ ഫോട്ടോഗ്രാഫി സൊള്ളിയ. സോ ഗൈസ് നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പുതിയ അനുഷ്കനെ കൊണ്ട് പോണേണ്. അനുഷ്ക ചേച്ചിട്ട് പോണാണ്. യാ ഒഫീഷ്യലി തട്ടിക്കൊണ്ട് പോകുന്നു ഗൈസ്. അനുഷ്ക ഇമോഷണലായി. അനുഷ്ക എന്താ കാര്യാത്തത്? സോ ഗൈസ് ഇവരെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിളക്ക് കൊടുത്ത് കയറ്റുന്നതായിരിക്കും. ബെന്നിമാമൻ മാലയൊക്കെ പിടിച്ചേക്കുന്നുണ്ട് സെറ്റായിട്ട്. വിളക്കത്തിച്ചേക്കുന്നുണ്ട്. ഇനിമേൽ നാത്തൂനുണ്ട് ഗൈസ്. സോ ഗൈസ് അനുഷ്ക ചേച്ചി അങ്ങനെ ഒഫീഷ്യലി വീട്ടിലേക്ക് വന്നു. എല്ലാവരും ഉണ്ട്. മധുരം കൊടുക്കാൻ പോണേ. മധുരം കൊടുക്കാൻ പറഞ്ഞു. പാട് 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 പാടിപ്പ പാടിയത്. സോ ഗൈസ് അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് എത്തി. ചേച്ചിനെയൊക്കെ കൊണ്ടുവന്നു. മധുരം വെപ്പൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇന്ന് ഡേ 3 നമ്മളിവിടെ എൻഡ് ചെയ്യുവാണ്. ഇനി നാളത്തേക്കുള്ള പ്രാക്ടീസും കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാവരും നമ്മുടെ റീല് കണ്ടു കാണും. അതെ, ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം റീല്. എല്ലാവരും കാണണം, എന്തായാലും കാണണം. സോ പിന്നെ ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ നാളെ റിസപ്ഷനാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വ്ലോഗ് അവസാനിക്കും. പക്ഷേ അത് കഴിയട്ടെ, നാളത്തെയും കൂടെ ഉണ്ടല്ലോ. സോ ടുമാറോ, see you tomorrow. ഇപ്പോഴ് നാളെ ബൈ. സോ ഗൈസ് ഇന്ന് ഡേ 4 നിക്കി ബയ്യാസ് വെഡിങ് വ്ലോഗാണ്. അതായത് ഇന്ന് റിസപ്ഷനാണ്. സോ നമ്മൾ റിസപ്ഷനുള്ള ഹാളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. വെട്ടം കുറവാണ്. ഒബ്വിയസ്ലി ഞാൻ കാറിൽ നിന്ന് ആണ് എനിക്ക് ഇതിൻ്റെ ബാക്കിയുടെ ഓർമ്മ വന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഫുൾ ഡ്രസ്സിൻ്റെ ഔട്ട്ഫിറ്റ് ഇത് കാണിച്ചു തരുന്നതായിരിക്കും. അവിടെ പോയിട്ട് നല്ല രീതിക്ക് ഫുള്ള് കാണിച്ചു തരാം. പക്ഷേ ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ഫോട്ടോ ഉച്ചയിലാണ് കൊടുത്ത് തയ്പ്പിച്ചത്. അച്ഛമ്മയും സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് എല്ലാവരും കാണാം ഗൈസ്. എൻ്റെ മനസ്സിൽ
wonderful future together. Let's make some noise. നല്ലൊരു കൈയ്യടി കൊടുക്കുക. Together, beautiful couples here, please. The whole family. Guys, the whole family here. സെളയമ വന്നു ഗൈസ്. ഉണ്ണിക്കുട്ടനും ഉണ്ട്. വിനോദ ലക്ഷ്യനുണ്ട്. ലക്ഷ്മി ഒന്നുമില്ല. ലക്ഷ്മി ഇന്നലെ ഡാൻസ് കളിച്ചിട്ട് കാലിൽ കോളം കുത്തി. എല്ലാവരും കൂടെ ഫോട്ടോ ഉടമയാണ് കൂട്ടത്തില് സുന്ദരിയായിട്ട് വന്നേക്കണത്. ഫുഡ് കഴിക്കാൻ എല്ലാവരും പോയി തുടങ്ങി. ആ ദീദി ഉണ്ട്. സോ ഗൈസ്, നമ്മൾ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാവരും വീട്ടിലേക്ക് പോകാൻ പോണേന്ന്. എൻ്റെ ഫോൺ പിള്ളേരോടേക്ക് വീഡിയോ കുറേ ഒന്നും കിട്ടിയില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഡാൻസ് വീഡിയോ വേറെ ആരുടെ ഫോണിലാണ്. അതെന്തായാലും ഇതിലിടാൻ പറ്റില്ല. സോ നമുക്ക് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് കാണാം അവിടെ അവർ ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. നമ്മളിവിടെ സ്റ്റേജ് കിട്ടിയ സ്ഥിതിക്ക് പ്രോപ്പർട്ടിയായിട്ട് യൂസ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ടിരിക്കുകയാണ്. പക്ഷേ ഇത് എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കട്ടെ. എൻ്റെ ഔട്ട്ഫിറ്റാണ് ഋഷഭനോട് ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും ഫോട്ടോ വെച്ച് കൊടുത്താണ് തയ്പ്പിച്ചത്. അവരെല്ലാവരും അവിടെ നിന്ന് ഫുഡ് കഴിക്കുവാണ്. എല്ലാവരും പോയി. റിസപ്ഷനും എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാൻ പോവുകയാണ്. പറയൂ. വന്നപ്പോ തന്നെ ഓടിക്കളഞ്ഞു. അതെ, ചേട്ടൻ പറഞ്ഞു ലൈക്ക് സാരില്ല ചേട്ടൻ. സോ പറ സിദ്ധു. സോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം. ബൈ ഗൈസ്.